ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ BWയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു കിഡിലൻ പാൻ കേക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ. അതായത് ഒരു കുപ്പിയിലൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ആർക്കും വേണമെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ചെയ്തു നോക്കാൻ പറ്റിയ ഒരു മുതലാണ്. അപ്പോൾ നമ്മളും അത് കണ്ട് ഇൻസ്പയർ ആയപ്പോൾ നമ്മളും ചെയ്തു നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം കണ്ടറിയാം. അപ്പോൾ നമുക്ക് നേരെ വ്ളോഗിലോട്ട് പോകാം. ഇതിലത്തെ ഒരു കുപ്പിയും കൂടി ആവശ്യമുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഇതിലത്തെ സംഭവം. അപ്പോൾ നമുക്ക് ഈ ഒരു കുപ്പിയും കൂടി എടുത്തതിൻ്റെ ശേഷം ബാക്കിയുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് അതിനായിട്ട് ഇതുപോലത്തെ ഒരു കുപ്പി എടുക്കണം. എന്നിട്ട് അതിന്റെ ഫ്രണ്ട് ഭാഗം ചെറുതായിട്ട് മുറിച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ കുപ്പിയൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇത് എന്ത് വല്ല ടെക് പരമായിട്ടുള്ള വേറെ വല്ല കാര്യങ്ങളാണ് വിചാരിക്കേണ്ടാവും. എന്നാൽ അതെല്ലാം നമ്മൾ കേക്ക് തന്നെ ഉണ്ടാക്കാൻ പോകണത്. നിങ്ങൾക്ക് ബാക്കി കണ്ടറിയുമ്പോൾ തന്നെ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ആദ്യത്തെ ബോട്ടിൽ പിന്നെ നമ്മൾ നേരത്തെ കുപ്പി മുറിച്ച് എന്തിനാണെന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ ഫണൽ ഉണ്ടാക്കാനേന്ന്. അതിന് ശേഷം അതിലോട്ട് മൈദ ഇട്ട് കൊടുത്തിട്ട് പഞ്ചസാര പിന്നെ നമുക്കൊരു കോഴിമുട്ടി ഇതുപോലെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലതും ആ ഫണലിൻ്റെ ഉള്ളിൽ കൂടെ ശരിക്ക് ആ കുപ്പിയിലേക്ക് ഇറങ്ങിപ്പോവും. പിന്നെ നമുക്ക് ആവശ്യത്തിന് പാലുകൊണ്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അടപ്പിട്ട് പൂട്ടിയതിന് ശേഷം നമ്മുടെ മെയിൻ പരിപാടിയാണ് ഇതൊന്ന് ഇളക്കി കൊടുക്കൽ. നമുക്കൊരു യാതൊരു ബീറ്ററിൻ്റെ ഒരു ആവശ്യമോ അല്ലെങ്കിൽ ഒന്നിൻ്റെയും ആവശ്യമില്ല. നമുക്ക് നന്നായിട്ടൊന്നാണ്ട് കുലുക്കി കൊടുത്തിട്ട് കൈക്ക് കുറച്ച് ബലം ഉണ്ടായാൽ മാത്രം മതി ഗായ്സ്. ഇപ്പം നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കുക. ഏതൊരു മനുഷ്യന്മാർക്കും എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഇപ്പം നമ്മളെ കണ്ട മെത്തേഡിലാണ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പാൻ കേക്കും റെഡിയാക്കി എടുക്കുക. പിന്നെ അതിൻ്റെ ശേഷം ഇതുപോലെ സ്റ്റൗമ്മേ പാൻ വെക്കുക. ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ നേരെ ആയിക്കൊണ്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു 2, 3, 4, 5 സെക്കൻഡ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ കണ്ട് ഇതായിട്ട് വരും. ആ ഒരു സമയത്ത് നമ്മൾ നേരാണ്ട് മറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും അടിപൊളിയായിട്ട് തന്നെ ബാക്ക് സൈഡ് കറക്റ്റായിട്ട് ഒരു കേക്കിൻ്റെ ആ ഫിനിഷിങ്ങിൽ തന്നെ കണ്ടിട്ട് അടിപൊളിയായിട്ട് വരും. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റേഷൻ കാണിക്കുകയാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്കിതിൽ മെയിനായിട്ട് ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻസൊക്കെ ആ സംഭവം പറഞ്ഞ പോലെ ആ ഒരു കുപ്പിയിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സംഭവമാക്കിയിട്ട് ഇത് മാറ്റേണ്ട ആവശ്യമില്ല. ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ ആ ഒരു കുപ്പി ഉണ്ടെങ്കിൽ അതിലോട്ട് ഇട്ട് കഴിഞ്ഞ ശേഷം 2 ഇളക്കിൽ നല്ല ശക്തമായിരുന്നു ഇളക്കി കൊടുത്താൽ മതി. പഞ്ചസാരൊക്കെ ഒന്ന് മെൽറ്റ് ആവാനാണ് കുറച്ച് പണിയുള്ളത്. അതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഫുൾ സെറ്റ് ആയിക്കോളും. അതിന് ശേഷം നമ്മളിതുപോലെ ആ ഒരു മിക്സ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് ഇതുപോലെ ഇങ്ങനെ ചുട്ട് ഇങ്ങനെ എടുക്കുക. അപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ്. അതിൻ്റെ ശേഷം നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മേലെ കുറച്ച് ഡെക്കറേഷൻ വർക്ക് കൂടി ചെയ്തിട്ട് ഉള്ള ഒരു വിഷയമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കണം ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫുള്ള് എങ്ങനെയെന്നുള്ള മനസ്സിലായിട്ടുണ്ടാവും. സത്യം പറഞ്ഞ് ഞാൻ ഒന്ന് കഴിച്ചു നോക്കാൻ പോവുകയാണ്. ജസ്റ്റ് ശരിക്കും കിഡിലൻ പാൻ കേക്ക് നമ്മൾ ശരിക്കും അത് കണ്ട് അത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി നമ്മൾ ചെയ്ത് നോക്കി. ശരിക്കും വർക്കൗട്ട് ആവുകയും ചെയ്ത്. അപ്പം ഞാൻ കൂടുതലും പറഞ്ഞിരിക്കുന്നത് നമ്മൾ കിഡിലൻ വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. ബൈ. അതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കണ്ട് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടി നമ്മൾ ഇനി പൊളിക്കും.